സഞ്ജു സാംസണെ ഞാൻ ആർക്ക് പകരം കളിപ്പിക്കണം, തിലക് വർമ്മയോ അഭിഷേക് ശർമ്മയോ ഹഹ എന്ന് ചിരിച്ചുകൊണ്ടിരുന്ന സൂര്യകുമാർ യാദവ് അതേ ക്യാപ്റ്റൻ ഇപ്പോൾ സഞ്ജു സാംസണെ തിരികെ വിളിപ്പിച്ചിരിക്കുകയാണ്. നീ വരണം, നീ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് സഞ്ജു സാംസണെ തിരികെ ടീമിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കണം, റിങ്കു സിംഗിന് പകരമാണ് സഞ്ജു ടീമിലേക്ക് വരുന്നത്. അപ്പോൾ ടോപ്പ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും മാറ്റിയിട്ടില്ല, ആർക്കും പ്രശ്നമില്ല, ആർക്കും വയ്യായികയില്ല. എന്നിട്ടും സഞ്ജു കളിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അഹങ്കാരത്തിന് കിട്ടുന്ന അടി എന്ന് പറയാം. സൂര്യകുമാർ യാദവിൻ്റെ ആ പുച്ഛച്ചിരിക്കുള്ള മറുപടി സൂര്യക്ക് തന്നെ എന്താ പറയുക, ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് എന്ന് പറയേണ്ടി വരും. ഹി ടേസ്റ്റ് ഹിസ് ഓൺ മെഡിസിൻ എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഒരു പ്ലെയറിനെ പുകഴ്ത്താൻ വേണ്ടി നിങ്ങൾ മറ്റൊരു പ്ലെയറിനെ ഇകഴ്ത്തേണ്ട ആവശ്യമില്ല. ക്യാപ്റ്റൻ എല്ലാവരും നിങ്ങളുടെ സ്വന്തം ടീമിലുള്ള ആളുകളാണ്. ലെറ്റ് ഇറ്റ് ബി സഞ്ജു സാംസൺ, ലെറ്റ് ഇറ്റ് ബി ഇഷൻ കിഷൻ, ലെറ്റ് ഇറ്റ് ബി KL രാഹുൽ, ലെറ്റ് ഇറ്റ് ബി ശ്രേയസ് അയ്യർ, ആരായാലും എല്ലാം നിങ്ങളുടെ കീഴിൽ കളിക്കുന്ന ആളുകളാണ്. നിങ്ങളാണ് അവരുടെ ക്യാപ്റ്റൻ. ഒരാളെ പുകഴ്ത്താൻ വേണ്ടി, അഭിഷേക് ശർമ്മയെ പുകഴ്ത്താൻ വേണ്ടിയിട്ടും തിലക് വർമ്മയെ പുകഴ്ത്താൻ വേണ്ടിയിട്ടും സഞ്ജു സാംസന്റെ സംഭാവനകൾ കണ്ടില്ല എന്നടിക്കുന്നത് പോട്ടെ, ഒരു പ്രസ് മീറ്റിൽ അപമാനിക്കുന്നതിന് തുല്യം ഒരു ക്യാപ്റ്റൻ അറഗൻ്റായി ബിഹേവ് ചെയ്തത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ സാധിക്കില്ല. അത് സഞ്ജുവിനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഏതൊരു താരത്തെ പറഞ്ഞാൽ പോലും അത് ക്യാപ്റ്റൻ്റെ ഇൻഎഫിഷ്യൻസി ആണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. മീറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, ഇറ്റ്സ് ഇന്റേണൽ മീറ്റിംഗ്. പക്ഷേ ഒരു പ്രസ് കോൺഫറൻസിൽ വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് പാലിക്കുക, കുറച്ചുകൂടെ ഒക്കെ ഒരു മെച്ചോറിറ്റി പാലിക്കുക എന്നത് സൂര്യയ്ക്ക് ശേഷം പറയാൻ തുടങ്ങി. എന്തായാലും ഇളിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യകുമാർ യാദവിന് കിട്ടിയ ഒരു വലിയ ഐഡിയാണ് സഞ്ജു സാംസൺ ടീമിൽ നിൽക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. എന്തായാലും സഞ്ജു കഴിഞ്ഞ ദിവസം ചിദംബരം സ്റ്റേഡിയത്തിൽ ഭയങ്കരമായ പ്രാക്ടീസ് സെഷനിലായിരുന്നു. ഇഷൻ കിഷനും അതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ്, സഞ്ജു സാംസൺ വാസ് സീൻ കീപ്പിംഗ്, അതായത് ഗ്ലൗസ് സഞ്ജുവിൻ്റെ കൈകളിലെത്തി കീപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതും 1.5 hours നീണ്ടു നിൽക്കുന്ന കീപ്പിംഗ് സെഷൻ സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെയാണ് ഒരു ചോദ്യം ഉദിക്കുന്നത്. ഇസ് സഞ്ജു ഗോണ ബി ദ കീപ്പർ ഫോർ ദിസ് മാച്ച് എന്നൊരു ചോദ്യം. കീപ്പിംഗ് ഗ്ലൗസ് സഞ്ജു സാംസന്റെ കയ്യിൽ നിന്ന് ഇഷാൻ കിഷൻ എടുത്തുകൊണ്ട് പോയത് ന്യൂസിലൻഡ് സീരീസിലെ 5ാമത്തെ T20യിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിലാണ്. നമ്മൾ എല്ലാവരും സാക്ഷികളായിരുന്നു. അതുവരെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സഞ്ജു സാംസന്റെ കൈകളിൽ നിന്ന് ഗ്ലൗസ് ഇഷാൻ കിഷൻ ഏറ്റുവാങ്ങുന്നത് ഒരുപക്ഷെ നെഞ്ചെടുപ്പോടെയും വളരെ വേദനയോടെയും നമ്മൾ നോക്കിക്കണ്ടിരുന്നു. ഇന്ന് അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്ത്, അതായത് കേരളത്തിന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ആ ഗ്ലൗസ് തിരികെ സഞ്ജു വാങ്ങുമ്പോൾ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരാൻ പോകുന്ന IPL-ൽ CSKയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ധോണി ഉണ്ടെങ്കിൽ പോലും സഞ്ജുവിന് കീപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ധോണി നിൽക്കുന്നിടത്തോളം കാലം ധോണി തന്നെ ആയിരിക്കും കീപ്പർ. ബട്ട് സ്റ്റിൽ സഞ്ജുവിൻ്റെ കൈകളിലേക്ക് ആ ഗ്ലൗസ് വരുമ്പോഴേക്കും അത് 2 പ്രതീകം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സഞ്ജു മൈറ്റ് ബി പെർമനൻറ്റ് എന്നതായിരിക്കും ആദ്യത്തെ സൂചന. ഒരുപക്ഷെ റിങ്കു സിംഗിന് തിരിച്ചു വന്നാൽ പോലും ഒരുപക്ഷെ സഞ്ജുവിന് ഇന്നത്തെ പ്രകടനം മികച്ചതാവുകയാണെങ്കിൽ സഞ്ജു ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറും. അടുത്ത വെസ്റ്റ് ഇൻഡീസ് കളിയിലും ഒക്കെ ചിലപ്പോൾ സഞ്ജു ഉണ്ടാവാം. ഈ T20 ലോകകപ്പിൽ തുടർന്ന് ഇനി സെമിയിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് സഞ്ജു കളിക്കും തുടർന്ന് അങ്ങോട്ട് എന്നതാണ് മനസ്സിലാവുന്നത്. എല്ലാത്തിനേക്കാളുപരി ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിനെ പ്ലേസ് ചെയ്യുമ്പോഴേക്കും ടോപ്പ് ഓർഡർ ഉണ്ടാകുന്ന വ്യത്യാസം ഇന്ത്യക്ക് ഗുണകരമായി മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജു സാംസൺ തുടർന്നുള്ള മത്സരത്തിലും കളിക്കും. അതുകൊണ്ട് സഞ്ജുവിനെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അതേപോലെ തന്നെ കൂട്ടാനായി തിരിച്ചു വിളിക്കേണ്ട അവസ്ഥയിലേക്കും കൂടി കാര്യങ്ങൾ മാറുമ്പോഴേക്കും ദെയർ ലൈസ് ദ ട്രാക്ക്. എന്തായാലും ഈ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അതേപോലെ തന്നെ മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയ വ്യത്യാസം ഉണ്ടാകും, ഒരു ടീമിനും ഗുണമുണ്ടാകും. എന്തായാലും സൂര്യ അതേ പുച്ഛചിരിയോടുകൂടി തിരിച്ച് സഞ്ജുവിനെ ടീമിലേക്ക് വരവേൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.